Good afternoon, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുക മാർക്കറ്റ് ഡിമാൻഡ് വഴിയാണ് എടുത്ത് നിർത്തിയത് അല്ലേ. ഇനി അടുത്ത് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്താണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് കേട്ടോ. ഇത് നമുക്കിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചേർക്കാം. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു കമ്പോളത്തിലുള്ള ഓരോ വ്യക്തികളുടെയും എന്താ പറഞ്ഞേക്കുന്നത് ഡിമാൻഡ് കർവിൽ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുന്നതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ്സ് ഫോംഡ് ഫ്രം ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സിനെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു ഫോം ചെയ്തേക്കുന്നതിനാണ് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്സ് ആണ്. ഇത് ഒരു വ്യക്തിയുടെ മാർക്കറ്റ് ഡിമാൻഡാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ അളവും പ്രൈസുമാണ് കൊടുത്തേക്കുന്നത്. ഇത് വേറൊരു വ്യക്തി എന്ത് ചെയ്ത് വാങ്ങിച്ച സാധനങ്ങളുടെ പ്രൈസും ഡിമാൻഡുമാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തി വാങ്ങിയത് 10 രൂപയ്ക്ക് അയാൾ 5 സാധനങ്ങൾ വാങ്ങി. അതേപോലെ 20 രൂപയ്ക്ക് അയാൾ 4 സാധനങ്ങൾ വാങ്ങി. 30 രൂപയ്ക്ക് 3 സാധനങ്ങൾ, 40 രൂപയ്ക്ക് 2 സാധനങ്ങളും ഒരു വ്യക്തി ഒരു കമ്പോളത്തിൽ നിന്ന് ഒരു സമയത്ത് വാങ്ങി. അതേപോലെ തന്നെ വേറൊരു വ്യക്തി 10 രൂപയ്ക്ക് 7 സാധനങ്ങൾ വാങ്ങി. 20 രൂപയ്ക്ക് എത്ര സാധനങ്ങൾ വാങ്ങി? 6 സാധനങ്ങൾ വാങ്ങി. 30 രൂപയ്ക്ക് 5 സാധനങ്ങൾ വാങ്ങി. 40 രൂപയ്ക്ക് 4 സാധനങ്ങൾ വാങ്ങി. ഇതാണ് ഓരോ വ്യക്തികളുടെയും ഇപ്പോൾ 2 വ്യക്തികളുടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇപ്പോൾ ഓരോ വ്യക്തിയും വാങ്ങിയ സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടിനെയും സംയോജിപ്പിച്ച് ഞാൻ എന്ത് ചെയ്തു മാർക്കറ്റ് ഡിമാൻഡ് ആക്കി. എന്ന് വെച്ചാൽ ഒരു കമ്പോളത്തിൽ നിന്ന് ഒരു വ്യക്തി അല്ലേ എല്ലാ വ്യക്തികളും വാങ്ങുന്ന ഇതിനെ സംയോജിപ്പിച്ച് വരയ്ക്കുന്നതിനെ നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്പോളത്തിൽ നിന്ന് ഒരു നിശ്ചിത ഇടയ്ക്ക് എന്തോരം സാധനങ്ങൾ ഒരു വ്യക്തി വാങ്ങിയോ, ഒരു വ്യക്തിയല്ല ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽ വ്യക്തികൾ വാങ്ങിയോ അതിനെയാണ് എന്ത് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 10 രൂപയ്ക്ക് എത്ര സാധനങ്ങൾ ഒരു കമ്പോളത്തിൽ വിറ്റഴിച്ചു? 7 + 5 എത്ര? 12 സാധനങ്ങളാണ് 10 രൂപയുടെ സാധനങ്ങൾ വിറ്റഴിച്ചത്. അതേപോലെ 20 രൂപയുടെ എത്ര സാധനങ്ങൾ വിറ്റഴിച്ചു? 6 + 4 എത്രയാ? 10. 30 രൂപയുടെ എത്ര സാധനങ്ങൾ വിറ്റഴിച്ചു? 3 + 5 എത്രയാ? 8 സാധനങ്ങൾ അല്ലേ വിറ്റഴിച്ചു. അതുപോലെ 40 രൂപയ്ക്ക് എത്ര സാധനങ്ങൾ വിറ്റഴിച്ചു? 2 + 4 എത്രയാ? 6 സാധനങ്ങളോളം എന്ത് ചെയ്തു വിറ്റഴിച്ചു. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ പ്രൈസ് ഡിമാൻഡ് കർവ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എല്ലാ വ്യക്തികളുടെയും നമ്മൾ സംയോജിപ്പിച്ച് വെച്ച മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്കിനി നോക്കാനുള്ളത് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ്. അതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ. ഓക്കെ, മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫസ്റ്റ് കേസിൽ നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഒരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ഇക്വേഷൻസ് ഓഫ് 2 കൺസ്യൂമേഴ്സ്. ഡിമാൻഡ് ഇക്വേഷൻസ് ഓഫ് 2 കൺസ്യൂമേഴ്സ്, 2 കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. d1 of p is equal to 10 minus p തന്നിട്ടുണ്ട്. ഈ 10ൻ്റെ വാല്യൂ 0 less than or equal to p less than or equal to 10. നമ്മൾ ഓൾറെഡി ലീനിയർ ഡിമാൻഡ് കർവിൽ നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻസ്. ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇക്വേഷനാണ് d1 of p is equal to 10 minus p. നെക്സ്റ്റ് വേറൊരു വ്യക്തിയുടെ ഡിമാൻഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 കൺസ്യൂമേഴ്സിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു എന്താ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് d2 p is equal to 15 minus എന്താ p is equal to 0. 0 less than or equal to p less than or equal to എന്താ 550 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കിതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഈ കേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് വെച്ചിട്ട് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. നമുക്കൊന്നുകിൽ Q of m എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ D of m എന്നുകൊണ്ടും ഡിനോട്ട് ചെയ്യാം. മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷനെ ഏതെങ്കിലും ഒരു ഇതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. Q of m അല്ലെങ്കിൽ എന്താ D of m. സ്മോൾ ലെറ്റർ ഡിയിൽ സഫിക്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഓഫ് m എന്ന് കൊടുക്കുക. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് d1 of p plus നമ്മൾ പറഞ്ഞല്ലോ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. d2 of എന്താ p. ഈ 2 ഡിമാൻഡ് ഇക്വേഷൻസോട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 10 minus p plus 15 minus എന്താ p. എന്താണ്? 10 minus p plus 15 minus p. 10ഉം 15 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് വരും അല്ലേ. മൈനസും ആയതുകൊണ്ട് ആഡ് ചെയ്യുക. -p ആഡ് ചെയ്താൽ എന്ത് വരും? -2p എന്ന് വരും. -p ആഡ് ചെയ്താൽ എന്ത് വരും?
മൈനസ് 2p എന്ന് വരും. ഇതാണ് നമ്മളുടെ ഡിമാൻഡ് ഇക്വേഷൻ. മാർക്കറ്റ് ഡിമാൻഡ് ഇക്വേഷൻ Q of M അല്ലെങ്കിൽ എന്തെന്ന് നമുക്ക് എഴുതാം? D of M is equal to D1 of P plus D2 of P. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 25 മൈനസ് എന്താ 2p എന്ന് നമ്മുടെ ഇക്വേഷൻ വന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ആ ഇക്വേഷൻ ഫോം ചെയ്യണം കേട്ടോ. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോ. The demand equations of two consumers. The demand equations of two consumers are. The demand equations of two consumers are. Equation question. D1 of P is equal to 20 minus 2p. Then D2 of P is equal to 30 minus 4p. Write the market demand equation. Write the market demand equation. ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ എൻ്റെ നോട്ട്. അപ്പോൾ എന്താ? D1 of P is equal to 20 minus P. D2 of P is equal to 30 minus P. 30 minus 4p. Find the market demand equation. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് കർവും ഇക്വേഷൻസും ഇത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ്. അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്തായിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? വാട്ട് യു മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഒരു അയവ് അല്ലേ? എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിയിൽ പ്രൈസിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായാൽ ആളുകൾ അതിനോട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നോ അതിനെ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിന് എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായാലും അല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൈസിന് ചേഞ്ചസ് ഉണ്ടായാൽ, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിന് ചേഞ്ച് വന്നാൽ ആളുകൾ അതിനോട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നോ അതിനെയാണെന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിന് ചേഞ്ച് ഉണ്ടായാൽ ആളുകൾ എത്രത്തോളം അതിനോട് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഗ്രീനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇതിൽ 3 കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ 1 വന്നാൽ, ഈസ് ലെസ് ദാൻ 1 വന്നാൽ, ഈസ് ഈക്വൽ ടു 1 വന്നാൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്. ഫസ്റ്റ് ഈസ് നമുക്ക് on the basis of degree of change in the quantity demanded, elasticity is classified into 5 types. ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഫസ്റ്റ് എന്താ പഠിക്കാനുള്ളത്? ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഈ ഗ്രേറ്റർ ദാൻ 1 വന്നാൽ എന്താണ്? ഇഫ് ദ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ എന്താ? പ്രൈസ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എന്താ? പ്രൈസ്. അതായത് dQ/dP × 100 ആണ് നമ്മളുടെ ഇലാസ്റ്റിസിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ദാറ്റ് മീൻസ് Q2 - Q1 ഡിവൈഡഡ് ബൈ P2 - P1 × 100 എന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഒരു അനദർ ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എന്താ? ആൻഡ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും തമ്മിലുള്ള റേഷ്യോ ആണ് എന്താ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് എന്താ? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിമാൻഡിന് എത്ര ചേഞ്ചസാണ്? ഡിമാൻഡിനാണ് ഇപ്പോൾ കൂടുതൽ ചേഞ്ചസ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഡിമാൻഡിന് ഒരു 50% ചേഞ്ച് വന്ന് ഈ പ്രൈസിന് 10% ചേഞ്ച് വന്നുള്ളെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈസ് ഗ്രേറ്റർ ദാൻ 1 വന്നെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിമാൻഡാണ് കൂടുതൽ ഏതിനേക്കാളും? പ്രൈസിനേക്കാളും. അപ്പോൾ DQ ഈസ് ഗ്രേറ്റർ ദാൻ എന്താ? DP വന്നാലത്തെ കേസാണ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. ഡിമാൻഡിന് ചേഞ്ച് എന്ത് ചെയ്തു? കൂടി, പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലേ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാവുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഡിമാൻഡിനാണ് കൂടുതലെങ്കിൽ, പെർസെൻറ്റേജ് ചേഞ്ച് വന്നതെങ്കിൽ, ചേഞ്ച് ഡിമാൻഡിന് വരികയും പ്രൈസിന് എന്താ 10% ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഡിമാൻഡിനാണ് എന്ത് ചെയ്തത്? പെർസെൻറ്റേജ് കൂടിയതെങ്കിൽ
അതിനെയാണ് എന്ത് പറയുന്നത്, ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താ 1 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും, ഈസ് ഈക്വൽ ടു എന്തെന്ന് വരാം, 50 ഡിവൈഡഡ് ബൈ 10. 50 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 5ഉം 5ഉം കട്ടായി, 0 0യും കട്ടായപ്പോൾ ഈസ് ഈക്വൽ ടു എത്ര 5 വന്നു. ഈസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് പെർസെൻറ്റേജ് കൂടുതൽ വന്നത്, ഡിമാൻഡിനാണ് പെർസെൻറ്റേജ് ചേഞ്ചസ് പ്രൈസിനേക്കാളും കൂടുതൽ വന്നതെങ്കിൽ അപ്പോൾ ഈയുടെ വാല്യൂ എന്തായി മാറും, ഈസ് ഗ്രേറ്റർ ദാൻ 1 ആകും. അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നമ്മുടെ ഗ്രാഫ് അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. പ്രൈസും എന്താ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള അല്ലേ, പിയും ക്യൂവും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡിനും എന്താ പ്രൈസിനും ഒരേപോലെയാണ് ചേഞ്ചസ് വന്നെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്ററി ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഡി ക്യൂവിന് 30% ചേഞ്ച് വന്നപ്പോൾ പ്രൈസിനും എത്ര ചേഞ്ച് വന്നു, 30% ആണ് ചേഞ്ച് വന്നതെങ്കിൽ ഈയുടെ വാല്യൂ എന്ത് വരും, 30 ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു എത്രയാവും 1 അല്ലേ. അതാണ് യൂണിറ്ററി ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസിനും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനും ചേഞ്ചസ് സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് യൂണിറ്ററി ഡിമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്ററി ഡിമാൻഡിൽ നമ്മുടെ പിയും ക്യൂവും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരേപോലെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ വരും, ഒരു കർവ് ആയിരിക്കും. കോൺവെക്സ് ടു ദി എന്തായിരിക്കും, ഒറിജിൻ ആയിരിക്കും. മനസ്സിലായോ, ഒരു മോഡറേറ്റ് സ്ലോപ്പ് ആയിരിക്കും. അത് മാത്രം പഠിച്ചു വയ്ക്കുക. മനസ്സിലായോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡി ക്യൂവിൽ ഇപ്പോൾ 10% ചേഞ്ച് വന്നുള്ളൂ, ഡി പിയിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വന്നു, 30% ചേഞ്ച് വന്നു. അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഡിമാൻഡ് കുറവും പ്രൈസ് എന്ത് ചെയ്തു, കൂടുകയും ചെയ്തു. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ ഡി ക്യൂ അപ്പോൾ എത്ര വരും, 10 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു അല്ലേ, 10 ഡിവൈഡ് ബൈ 30 എത്ര വരും, 1/3 എന്ന് വരും. അപ്പോൾ 0.33 വന്നില്ലേ, ഈസ് ലെസ് ദാൻ 1 എന്ന് വന്നു അല്ലേ. എന്തെന്ന് വന്നു, ഈസ് ലെസ് ദാൻ എന്താ 1, 1നേക്കാളും എന്തായി കുറഞ്ഞു. അപ്പോൾ 1നേക്കാളും കുറവാണെങ്കിൽ, ഈ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. 1നേക്കാളും കുറവാണെങ്കിൽ നമ്മളുടെ ഗ്രാഫ് എങ്ങനെ വരും, 1 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയപ്പോൾ ഗ്രാഫ് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് താഴേക്ക് എന്ത് ചെയ്യും, പോകും. ഡൗൺവേർഡ് സ്ലോപ്പും മറ്റേതെന്തായിരുന്നു, അപ്വേർഡ് സ്ലോപ്പും ആയിരിക്കും. ഇത് ഡൗൺവേർഡും മറ്റേതെന്തായിരുന്നു, അപ്വേർഡ് സ്ലോപ്പും ആയിരുന്നു. മനസ്സിലായോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്തു, കുറയുകയും പ്രൈസ് കൂടുകയും ചെയ്തപ്പോൾ ഈയുടെ വാല്യൂ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായി, ലെസ് ദാൻ 1 ആയെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് എവിടേക്ക് വന്നു, ഡൗൺവേർഡിലേക്ക് പോകുകയും ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്തായിരിക്കും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒരു ചെറിയ ചേഞ്ചസേ പ്രൈസിന് ഉണ്ടായുള്ളൂ, ബട്ട് ഡിമാൻഡിന് എന്ത് ചെയ്തു, ഒരു ഇൻഫിനിറ്റ് ചേഞ്ച് ആണ് ഉണ്ടായതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് 1% എന്തുണ്ടായുള്ളൂ, പ്രൈസിന് ചേഞ്ചസ് ഉണ്ടായുള്ളെങ്കിൽ ഡി ക്യൂ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഫിനിറ്റി ആണ് ഡിമാൻഡിൻ്റെ ചേഞ്ച്. എന്താണ് ഇൻഫിനിറ്റി, നമുക്ക് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. അതിനെ ആണ് എന്തെന്ന് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഇത് പിയും ഇത് ക്യൂവും ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ പോകും, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. അതായത് ഇലാസ്റ്റിസിറ്റി എന്തായി, ഇൻഫിനിറ്റി ആയി. ഇലാസ്റ്റിസിറ്റി എന്തായി, ഇൻഫിനിറ്റി ആയി എന്ന് വെച്ചാൽ പ്രൈസിന് ചെറിയ ചേഞ്ചസും ബട്ട് എന്താ ഡിമാൻഡിന് എന്ത് ചെയ്തു, ഇൻഫിനിറ്റ് ആയിട്ടാണ് ചേഞ്ചസ് ഉണ്ടായെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ എന്തായിരിക്കും, ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് അല്ലെ, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിന് എന്താ ചെറിയ ചേഞ്ചും പ്രൈസിനൊരു എന്താ ഇൻഫിനിറ്റ് ചേഞ്ചുമാണ് ഉണ്ടായെങ്കിൽ ആ സിറ്റുവേഷനെ ആണ് എന്ത് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് വാട്ട് എവർ മേ ബി ദ ചേഞ്ച് ഇൻ പ്രൈസ്, എന്താ പറഞ്ഞേക്കുന്നത്, പ്രൈസിന് എന്താ ചേഞ്ചസ് ഉണ്ടായെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് എന്താ അൺഅഫക്റ്റഡ്, എന്താ പറഞ്ഞേക്കുന്നത്, ഡിമാൻഡിന് എന്ത് ചെയ്തില്ല, ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈയുടെ വാല്യൂ എന്തായി, 0 ആയി. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്താ പറഞ്ഞേക്കുന്നത്, പ്രൈസിൻ്റെ ചേഞ്ചസ് എന്തിനെ അഫക്റ്റ് ചെയ്തില്ല, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു എന്ത് വന്നു, 0. ഈസ് ഈക്വൽ ടു എന്താ, 0 വന്നു.
മനസ്സിലായോ? എന്നുവെച്ചാൽ പ്രൈസിനുണ്ടായ ചേഞ്ചസ് എന്തിനെ അഫക്റ്റ് ചെയ്തില്ല? ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിനെ എന്ത് ചെയ്തില്ല? അഫക്റ്റ് ചെയ്ത് ഇല്ല എങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണുള്ളത്. ഇത് പഠിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.